എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിന്റെ 85ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിന്റെ റീജിയണൽ ഫെസിലിറ്റേറ്ററായ KU മോഹനങ്ങളാണ്. നമസ്കാരം അങ്കിൾ, വെൽക്കം. നമസ്തേ ഡോക്ടർ അജയ. ഇപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സെൻറ്ററിങ്ങിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം. പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്ക് ഒരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ. അങ്കിൾ, ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, ദാജി ഈ ഇടയായിട്ടുള്ള കുറെ സംഭാഷണങ്ങളിൽ തന്നെ ഒരു പ്രത്യേക ഒരു അബ്രിവേഷൻ വെച്ചിട്ട് AAA ഫോർമുല എന്നുള്ളതിനെ കുറിച്ച് ദാജി പറയണ്ടേ. അപ്പോ എന്താണ് അതിനെക്കുറിച്ച് ദാജി ഉദ്ദേശിക്കുന്നത്? AAA എന്ന് പറയുന്നത് എന്താണ് ആ ഒരു ഫോർമുലനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്? അതിന്റെ ഒരു സ്പിരിച്വൽ റെലവൻസ് എന്താണ്? ഇതാണ് ഇന്നത്തെ ചോദ്യം. വെൽ, ദാജി അദ്ദേഹത്തിൻ്റെ പല പ്രഭാഷണങ്ങളിലും ഈ AAA HHH എന്നുള്ളതിനെ കുറിച്ച് പറയാറുണ്ട്, അത് വിശദീകരിക്കാറുണ്ട്. നമ്മൾ തന്നെ AAA ഒരിക്കൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും ഇത് ആവർത്തിച്ച് ഈ ചോദ്യം വരുന്നതുകൊണ്ട് അതിന് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം റെലവൻസ് ഉണ്ട്. അപ്പോൾ AAA എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് നമുക്കറിയാം, യുവാക്കൾ പൊതുവെ വിവാഹത്തിനോട് വളരെയധികം വിമുഖത കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ ലേറ്റ് മാരേജ് ഒക്കെയാണ്. പലപ്പോഴും അങ്ങനെ വിവാഹത്തിന് മുതിരുമ്പോൾ തന്നെ എങ്ങനെയാണ് ഒരു ശരിയായ പാർട്ട്ണറെ, ജീവിത പങ്കാളിയെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന കാര്യത്തിൽ പലപ്പോഴും ഇന്നത്തെ യുവാക്കൾ അല്പം ആശയക്കുഴപ്പത്തിലാണെന്ന് പറയാം. അപ്പോൾ അതിനുള്ള ഫോർമുലയാണ് ദാജി AAA, AAA, 3 ഇംഗ്ലീഷ് വാക്കുകളുടെ ഒരു സംയോഗം. അത് നമ്മൾ ശ്രദ്ധാപൂർവം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ വളരെയധികം ഇന്നത്തെ യുവാക്കളെ സഹായിക്കുന്ന ഒരു ഫോർമുലയാണ്. അപ്പോൾ AAA എന്ന് പറയുന്നത് അട്രാക്ഷൻ, അഡ്മിറേഷൻ, അഡോറേഷൻ. ഇതാണ് 3 വാക്കുകൾ.
അപ്പോൾ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആകർഷണം. ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നു, ആകർഷണം തോന്നുന്നു, അല്ലെങ്കിൽ പെൺകുട്ടിയെ ആൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നു. അതാണ് തുടക്കം. അപ്പോൾ പലപ്പോഴും ഈ ആകർഷണത്തിന് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ട് എന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആകർഷണം തോന്നുന്നത്, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ എ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആകർഷണം, നമുക്ക് ആകർഷണം തോന്നാത്ത ഒരാളെ നമുക്ക് ജീവിത പങ്കാളിയാക്കാൻ സാധ്യമല്ല, അതൊരു വസ്തുതയാണ്. പക്ഷേ അതോടുകൂടി അവസാനിക്കരുതെന്നാണ്. ആ ആകർഷണം എന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആണെങ്കിൽ ആ ആകർഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുക, അതിൻ്റെ വിശദാംശത്തിലേക്ക് കിടക്കുക. അതാണ് നെക്സ്റ്റ് സ്റ്റേജ്, അഡ്മിറേഷൻ എന്ന് പറയുന്നത്. അഡ്മിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിത പങ്കാളിയാക്കാൻ ഉദ്ദേശിക്കുന്ന ആള്, അദ്ദേഹത്തിന് നമുക്ക് മതിപ്പ് തോന്നുന്ന രീതിയിലാണോ അദ്ദേഹത്തിൻ്റെ മനോഭാവം, പെരുമാറ്റ രീതി, ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണം അല്ലെങ്കിൽ ധാരണ, അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതായത് അപ്പോൾ അതിനെന്ത് വേണം, ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയണം, ബോധപൂർവം നമ്മൾ അറിയാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് കുടുംബ പശ്ചാത്തലം, അതുപോലെ സുഹൃത്തുക്കളുടെ, അതുപോലെ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ അറിയണം. ഇപ്പോൾ കുടുംബത്തിൽ മാതാപിതാക്കളോട് അദ്ദേഹം എങ്ങനെ പെരുമാറുന്നു, സുഹൃത്തുക്കളോട് എങ്ങനെ പെരുമാറുന്നു, പിന്നെ ജോലി സ്ഥലത്ത് എങ്ങനെ പെരുമാറുന്നു, ആ പെരുമാറ്റ രീതിയും മനോഭാവമെല്ലാം നമുക്ക് മതിപ്പ് തോന്നുന്ന രീതിയിലാണോ എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് സ്വാഭാവികമായിട്ടും നമ്മൾ ബോധപൂർവം അറിയാൻ ശ്രമിക്കാം. അത് ഓക്കെ ആണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജ് നമ്മൾ കടന്നു. പക്ഷെ അതുകൊണ്ട് അവസാനിക്കുന്നില്ല. അടുത്ത സ്റ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അഡോറേഷൻ. അഡോറേഷൻ എന്ന് പറയുന്നത് ഈ നമ്മൾ ജീവിത പങ്കാളിയാക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് അദ്ദേഹത്തിന് നമ്മുടെ പെരുമാറ്റവും മനോഭാവവും ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള ധാരണയും മതിപ്പ് തോന്നുന്നതാണോ, അതായത് ആ വ്യക്തിക്ക് നമ്മൾ യോജിക്കുന്നതാണോ എന്ന് നമ്മൾ വിലയിരുത്തണം. പലപ്പോഴും ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതിനെന്ത് വേണം, അദ്ദേഹത്തിന് നമ്മളുടെ രീതികൾ യോജിച്ചതാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് യോജിച്ച ഒരു പങ്കാളിയാണോ നമ്മൾ എന്ന് നമ്മളെങ്ങനെ വെരിഫൈ ചെയ്യും? അതിന് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ചിന്തകളും പെരുമാറ്റ രീതി, മനോഭാവവും ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള ധാരണയും സത്യസന്ധമായിട്ട് അദ്ദേഹത്തിനോട് പറയണം, ഇതാണ് നമ്മളുടെ രീതി. ഇത് മൂന്നും, ഉദാഹരണത്തിന് നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ നിൽക്കുക. ഇപ്പോൾ എന്നെ ഒരാൾ ബിസിനസ് പാർട്ട്ണറാക്കാമെന്ന് പറഞ്ഞു നിൽക്കുക. അപ്പോൾ ഞാൻ ആലോചിക്കും, എൻ്റെ ബിസിനസ്സിലുള്ള അറിവില്ലായ്മയും ചെറിയ അറിവും രണ്ടിനെക്കുറിച്ച് എനിക്ക് നല്ല ധാരണ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നും ഈ പാർട്ട്ണർഷിപ്പ് അത് പൊളിയാനാണ് സാധ്യത. അപ്പം നമ്മളത് പറയണം. കാരണം നമുക്കുള്ള നമ്മുടെ ധാരണകളും അതിലുള്ള അറിവും അറിവില്ലായ്മയും നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ ആ വ്യക്തിക്ക് നമ്മൾ യോജിച്ചതാണോ, അതാണ് അഡോറേഷൻ എന്നുള്ളത്. ഈ മൂന്നും ഓക്കെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് ദാജി പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന സംഗതി എങ്ങനെയാണ്? ഈ മൂന്ന് കാര്യത്തിൻ്റെ അടിസ്ഥാന സംഗതി എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ് ഒരു ആത്മപരിശോധന നടത്തി നമ്മുടെ പ്രവണതകൾ എന്താണെന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നതിലൂടെ മാത്രമേ ഇത് സാധിക്കൂ. അതായത് ആത്മപരിശോധന എന്ന് പറഞ്ഞാൽ എന്താ? ധ്യാനം. അപ്പോൾ ധ്യാനത്തിലൂടെ നമ്മുടെ പ്രവണതകൾ മനസ്സിലാക്കുമ്പോഴേ നമ്മൾ ഈ മൂന്ന് സ്റ്റെപ്പുകളെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കുള്ളൂ, ഇത് നമ്മൾ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് പങ്കാളി രണ്ടുപേരും ധ്യാനിക്കുന്ന ആളുകളാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ പരിഹരിക്കപ്പെടും. ഇതാണ് AAA എന്ന് പറയുന്നത്. ഇനി
ട്രിപ്പിൾ എച്ച് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ആഴത്തിലുള്ള പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. ട്രിപ്പിൾ എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് എന്ന് പറഞ്ഞാൽ ഹെഡ്, ഹാർട്ട്, ഹാൻഡ്സ്. ഇതാണ്. അതായത് തല, ഹൃദയം, കൈകൾ. തല എന്ന് പറയുന്നത് ജ്ഞാനം, അറിവ്. ഹൃദയം എന്ന് പറയുന്നത് ഭക്തി. കൈകൾ എന്ന് പറയുന്നത് കർമ്മം. ഇത് മൂന്നാണ്. ഇത് മൂന്നും സമഞ്ജസമായി പൊരുത്തപ്പെടേണ്ടിയിരിക്കുന്നു. വിവേകാനന്ദ സ്വാമികളാണ് ആദ്യമായിട്ട് ഈ ട്രിപ്പിൾ എച്ച് ഫോർമുല ആവിഷ്കരിച്ചത്. അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് വിവേകാനന്ദ നോക്കിക്കഴിഞ്ഞാൽ കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ വിശദമായിട്ടുള്ള പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, മൂന്നും വ്യത്യസ്തമായിട്ട് തന്നെ. പക്ഷേ അതോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഇത് മൂന്നും കൂടി സംയോജിക്കുന്ന രാജയോഗമാണ് ഏറ്റവും ഫലപ്രദം. അപ്പോൾ കർമ്മവും ഭക്തി ജ്ഞാനവും കൂടി യോജിക്കുന്നതാണ് രാജയോഗം. അല്ലെങ്കിൽ രാജയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്നർത്ഥം. അങ്ങനെയാണ് അത് കണക്ട് ചെയ്യുക. അപ്പോൾ യോഗം എന്ന് വെച്ചാൽ ഒന്നിച്ചു ചേരുക എന്നാണ്. അതായത് ഭക്തി ജ്ഞാനവും കർമ്മവും ഒന്നിച്ചു ചേരേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് കർമ്മം വളരെ ഉദാത്തമാവുന്നത്. ആ കർമ്മം നമ്മളെ സ്വതന്ത്രരാക്കുന്നത്, മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കും. ഭഗവത്ഗീതയിൽ അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്. പല അധ്യായങ്ങളിലായിട്ട് പലതരം യോഗ സമ്പ്രദായങ്ങളെക്കുറിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു. ഒരുപക്ഷെ അല്പം ആശയക്കുഴപ്പത്തിലായ അർജുനൻ ചോദിക്കുന്നുണ്ട്, ഭഗവാനെ, അങ്ങയെ പ്രാപിക്കാൻ ഏറ്റവും ലളിതമായതും ഫലപ്രദമായതുമായിട്ടുള്ള സമ്പ്രദായം എന്താണ്? അപ്പോൾ ഭഗവത്ഗീതയിലെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം, രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം. രാജയോഗിയാണ് ബെസ്റ്റ് അർജുന എന്ന് പറയുന്നുണ്ട്. അപ്പം അവിടെയും കർമ്മം ജ്ഞാനവും ഭക്തിയുടെ സംയോഗമാണ് രാജയോഗം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു. ഇനി നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിലേക്ക് വന്നാൽ, ഹാർട്ട്ഫുൾനെസ്സിൻ്റെ അടിസ്ഥാന ആശയമാണിത്. ഹാർട്ട്ഫുൾനെസ്സിൽ അതിനെ ഒരു ട്രയാങ്കിൾ മാതിരിയാണ് പറയാം. ട്രയാങ്കിളിന് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയി കഴിഞ്ഞാൽ ത്രികോണം, അതിന് 3 കോണുകളുണ്ട്. താഴെ 2 മേലെ 1. അപ്പോൾ താഴത്തെ 2 മാത്രമായി കഴിഞ്ഞാൽ അതൊരു നേർരേഖയാവും, സ്ട്രെയിറ്റ് ലൈൻ ആവും. അപ്പോൾ താഴത്തെ 2 കോണുകൾ എന്ന് പറയുന്നത് ജ്ഞാനവും കർമ്മവുമാണ്. അപ്പോൾ അത് മാത്രമേ ഉള്ളെങ്കിൽ ഒരു നേർരേഖ മാത്രമേ ഉള്ളൂ. ഭക്തി മുകളിലുള്ള കോണാണ്. അപ്പോൾ എന്താ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പം നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മളൊരു ജോലി ചെയ്യുന്നു, അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് വേണം. നമ്മൾ ചെയ്യാനുള്ള സന്നദ്ധതയുണ്ടെങ്കിൽ ധാരാളമായി. അപ്പോൾ സാധാരണ ഭൗതിക ജീവിതത്തിൽ നമുക്ക് ജ്ഞാനവും കർമ്മവും മാത്രമേ ആവശ്യമുള്ളൂ എന്ന് നമുക്ക് തോന്നും. അതാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ, താഴത്തെ 2 കോണുകൾ. എന്നാൽ അതിൽ ഭക്തി അല്ലെങ്കിൽ ഈശ്വര സ്മരണ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ഈ ത്രികോണത്തിൻ്റെ അടിയിലുള്ള സ്ട്രെയിറ്റ് ലൈൻ പതുക്കെ ഉയർന്ന് ആ മേലെയുള്ള കോണുമായിട്ട് ടച്ച് ചെയ്യും. അതായത് ഈ 3 കോണുകൾ ചേർന്ന് ഒരു ബിന്ദുവായിട്ട് മാറും. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ അടിയിലുള്ള ഈ സ്ട്രെയിറ്റ് ലൈൻ നേർരേഖ ജ്ഞാനവും കർമ്മവും ഉയർന്ന് ഉദാത്തമായ ഒരു ഉന്നതമായ ലെവലിലേക്ക് പോകണം. അതായത് നമ്മുടെ കർമ്മം ഉദാത്തമാവുന്നു എന്നർത്ഥം. ആ കർമ്മം നമ്മളെ മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കും. അപ്പോൾ നമ്മൾ ഇനി ധ്യാനം എന്ന് പറയുന്നത്, അപ്പോൾ ധ്യാനം എല്ലാ പ്രവൃത്തിയിലും ഇത് ബാധകമാണ്. അപ്പോൾ ധ്യാനം ചെയ്യുക. നമ്മൾ എന്താണ് ധ്യാനം, അതെങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ജ്ഞാനം. നമ്മൾ എങ്ങനെ ഇരിക്കണം, കണ്ണടച്ചിരിക്കണം, ഹൃദയത്തിൽ ദിവ്യപ്രകാശത്തിനുള്ള സങ്കല്പം, അതിൻ്റെ സാങ്കേതികത നമ്മൾ അറിയണം. അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. പിന്നെ നമ്മളത് ചെയ്യാനുള്ള സന്നദ്ധത, അത് ചെയ്യുന്നു. കർമ്മം ഇരുന്ന് നമ്മൾ ചെയ്യണമല്ലോ.
പക്ഷേ അതുമാത്രം പോരാ. നമുക്കറിയാം, ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ സങ്കല്പം എന്താണ്? എൻ്റെ സ്ഥാനത്ത് എൻ്റെ ഗുരു ഇരുന്ന് അദ്ദേഹത്തിൻ്റെ രൂപത്തിലും സത്തയിലും അദ്ദേഹം തന്നെ ധ്യാനിക്കണമെന്നാണ് നമ്മൾ സങ്കല്പിക്കുക. അപ്പോഴാണ് നമ്മുടെ ധ്യാനം ഉദാത്തമാവുന്നത്, മനോഹരമാവുന്നത്. അതായത് ജ്ഞാനവും കർമ്മവും അതിൻ്റെ കൂടെ ഭക്തി അല്ലെങ്കിൽ കണക്ഷൻ നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് ഈ കർമ്മം വളരെ ഉന്നതമായ അവസ്ഥയെ പ്രാപിക്കുന്നത്. അപ്പം ഇത് എല്ലാ കർമ്മങ്ങളിലും അങ്ങനെ തന്നെയാണ് വാസ്തവത്തിൽ. ഭൗതിക ജീവിതത്തിൽ നമുക്ക് തോന്നും അങ്ങനെ ആവശ്യമില്ല എന്ന്. പക്ഷേ യാഥാർത്ഥ്യം ഇത് മൂന്നും എല്ലാ സാഹചര്യത്തിലും സംയോജിക്കുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ മനോഹരാവുന്നു. അത് നമ്മളെ മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കാൻ പര്യാപ്തമാവുന്നു. ഇനി ഭഗവത്ഗീതയിൽ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ശ്ലോകമുണ്ട്. സ്വധർമ്മ നിധനം ശ്രേയത് പരധർമ്മം ഭയാവഹം എന്നാണ്. അതായത് സാധാരണ അതിന് അർത്ഥം പറയാം, വികലമാണെങ്കിലും സ്വന്തം ധർമ്മമാണ് മഹത്തായ മറ്റുള്ളവരുടെ ധർമ്മത്തേക്കാൾ ശ്രേഷ്ഠം എന്ന് സാധാരണ അതിനർത്ഥം പറയാറുണ്ട് സംസ്കൃത പണ്ഡിതർ. പക്ഷേ നമ്മൾ ആഴത്തിൽ ആലോചിച്ചാൽ സ്വധർമ്മം എന്ന് പറഞ്ഞാൽ, സ്വം എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. അപ്പോൾ സ്വധർമ്മം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന ധർമ്മം, അതാണ് സ്വധർമ്മം. ആ സ്വധർമ്മമാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നത്. അതായത് ആദ്യം ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന ധർമ്മം എന്ന് പറഞ്ഞാൽ ധ്യാനം, ആ കണക്ഷൻ നമ്മൾ ഉറപ്പുവരുത്തുന്നത്. നമ്മുടെ ഹൃദയവുമായിട്ടുള്ള കണക്ഷൻ അല്ലെങ്കിൽ ഈശ്വരനുമായിട്ടുള്ള കണക്ഷൻ ഉറപ്പുവരുത്തലാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നാണ് അവിടെ പറയുന്നത്. അതിന് ശേഷമായിരിക്കണം പരധർമ്മം. പരധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളെ ഉത്തരവാദിത്തങ്ങളും, പരാന്ന് വെച്ചാൽ പുറത്ത് എന്നുള്ള അർത്ഥം എടുക്കാം, മറ്റ് എന്നുള്ള അർത്ഥം എടുക്കാം. മറ്റ് ധർമ്മങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കേണ്ടത് ഈ കണക്ഷൻ ഉറപ്പുവരുത്തിയിട്ടായിരിക്കണം. അതല്ലെങ്കിൽ അത് ഭയാനകമായിട്ടുള്ള ഫലങ്ങൾ ഉളവാക്കാൻ സാധ്യതയുണ്ട് എന്നും നമുക്ക് അർത്ഥം എടുക്കാൻ പറ്റും. സംസ്കൃതത്തിൻ്റെ ഒരു പ്രത്യേകത, ഏത് രീതിയിലും നമുക്ക് അതിനെ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഭഗവത്ഗീതയിൽ കർമ്മണ്യേവാധികാരസ്തി മാ ഫലേഷു കദാചന, കർമ്മം ചെയ്യാൻ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ അർജുന, കർമ്മഫലത്തിൽ നിനക്ക് അധികാരമില്ല. അതുകൊണ്ട് എൻ്റെ സ്മരണയിൽ നീ യുദ്ധം ചെയ്യുക അർജുന. ഈ യുദ്ധത്തിൻ്റെ പരിണിത ഫലം എന്താണെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും സാധ്യമല്ല. അതുകൊണ്ട് അത് നീ എനിക്ക് വിട്ടോളൂ, നീ എൻ്റെ സ്മരണയിൽ യുദ്ധം ചെയ്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ അടുത്ത ശ്ലോകം എന്താണ്? മാ കർമ്മബലഹേതുർഭു മാ തേ സങ്കോസ്തു അകർമ്മണി. അതായത് എൻ്റെ സ്മരണയിൽ നീ കർമ്മം ചെയ്യുമ്പോൾ, അതായത് ജ്ഞാനവും കർമ്മവും ഒരുമിച്ച് നീ ഉപയോഗിക്കുമ്പോൾ, സ്മരണ ചേർത്തുകൊണ്ട് കർമ്മം തന്നെ അകർമ്മമായി മാറുന്നു എന്ന് പറയുന്നത്. അകർമ്മണി, അതായത് അകർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? കർമ്മം ചെയ്യാത്ത പോലത്തെ ഒരു എഫക്റ്റ്. അതായത് കർമ്മഫലങ്ങൾ അല്ലെങ്കിൽ സംസ്കാരങ്ങൾ രൂപപ്പെടുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഭഗവത്ഗീത വളരെ വ്യക്തമായിട്ടത് പറയുന്നുണ്ട്. അതായത് ഭക്തി, ജ്ഞാനവും കർമ്മം കൂടി ചേരുമ്പോൾ കർമ്മഫലങ്ങൾ രൂപപ്പെടാത്ത രീതിയിൽ കർമ്മം ഉന്നതമായി ഭവിക്കുന്നു എന്നർത്ഥം. ഇനി ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ ഈ അർത്ഥത്തിൽ കർമ്മത്തിനെ മൂന്നായിട്ട് തരംതിരിക്കാറുണ്ട്. രാജി പറയും, കർമ്മം, വികർമ്മം, അകർമ്മം എന്ന് പറയും. അപ്പോൾ പാരമ്പര്യ രീതിയിൽ മനസ്സിലാക്കുന്ന രീതിയിലല്ല ഹാർട്ട്ഫുൾനെസ് അതിനെ വിശദീകരിക്കുന്നത്. ഉദാഹരണത്തിന് കർമ്മം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാധാരണ കർമ്മം. അതിന് നമുക്ക് നേരത്തെ പറഞ്ഞു ജ്ഞാനവും കർമ്മവും അത്രേ ആവശ്യമുള്ളൂ. വികർമ്മം എന്ന് പറയുന്നത് വിശേഷാൽ കർമ്മം, അതായത് നമ്മൾ സ്നേഹത്തോട് കൂടി ചെയ്യുന്ന കർമ്മങ്ങൾ, അതിനാണ് വികർമ്മം എന്ന് പറയുന്നത്. അകർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങളിൽ ഈശ്വര സ്മരണയും കൂടി ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ഈശ്വരനോട് അല്ലെങ്കിൽ ഗുരുവിനോടുള്ള സ്നേഹവും ഭക്തിയും ചേർന്ന് നമ്മളുടെ ജ്ഞാനവും കർമ്മവും പ്രയോഗിക്കുമ്പോൾ
അത് അകർമ്മമായി മാറുന്നു എന്നാണ്. അകർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? സംസ്കാരങ്ങൾ രൂപപ്പെടാതിരിക്കുന്നു, അല്ലെങ്കിൽ ഈ കർമ്മം നമ്മളെ സ്വതന്ത്രരാക്കുന്നു, മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ജീവിതത്തിലെ ഗൃഹസ്ഥാശ്രമ ജീവിതമായാലും, അല്ലെങ്കിൽ നമുക്ക് ഉപജീവന മാർഗമായിട്ടുള്ളൊരു ജോലിയാണെങ്കിലും, അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള ധ്യാനമായാലും, നമ്മൾ ഈ രീതിയിൽ, അതായത് ജ്ഞാനവും കർമ്മവും ഭക്തി എന്നുള്ള കണക്ഷൻ്റെ അടിസ്ഥാനത്തിൽ പ്രയോഗിക്കുമ്പോൾ അത് ഉദാത്തമായി മാറുന്നു. ഇനി ഭക്തി എന്നുള്ള ഈ ഭാഗം ഇല്ലാതിരിക്കാതെ നിൽക്കുക. അപ്പം എന്തുണ്ടാവുക? ഈ കർമ്മങ്ങൾ കൂടുതൽ കർമ്മബന്ധനത്തിലേക്ക് നമ്മെ നയിക്കും. അപ്പോൾ ഭക്തി കൊണ്ടുവരുമ്പോഴാണ്, അല്ലെങ്കിൽ കണക്ഷൻ ഉറപ്പുവരുത്തുമ്പോഴാണ് നിരന്തര സ്മരണയിൽ എല്ലാ കർമ്മങ്ങളും ഉദാത്തമായി ഭവിക്കുന്നു എന്ന് മാത്രമല്ല, നമുക്ക് കർത്തൃത്വം ഉണ്ടാവില്ല. കർത്തൃത്വം എന്ന് പറയുന്ന സംസ്കാരങ്ങൾ രൂപപ്പെടാത്ത അവസ്ഥ അങ്ങനെ സംഭവിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ എന്താ പറയുക, ഇത് തുടങ്ങുന്നത് ധ്യാനത്തിൽ നിന്നാണ്. നമ്മളെല്ലാം തുടങ്ങുന്നത് ധ്യാനത്തിലല്ലേ. ഇപ്പോൾ ധ്യാനം എന്ന് പറഞ്ഞാൽ റൈറ്റ് തിങ്കിങ് ആണ്. ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിന് നമ്മൾ 3 വാക്കിൽ പറയുകയാണെങ്കിൽ റൈറ്റ് തിങ്കിങ്, കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്, ഓണസ്റ്റ് അപ്രോച്ച് ടു ലൈഫ് എന്ന് പറയാം. ഇപ്പോൾ ശരിയായ ചിന്ത, ശരിയായ രീതിയിൽ കാര്യങ്ങൾ ഗ്രഹിക്കുക, ജീവിതത്തിനോട് സത്യസന്ധമായ സമീപനം. ഇപ്പോൾ റൈറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിൻ്റെ സാന്നിധ്യം. അങ്ങനെയാണ് നമ്മളെ റൈറ്റ് തിങ്കിങ് തുടങ്ങുന്നത്. ധ്യാനമാണത്. അപ്പോൾ സമാധി അവസ്ഥയിൽ ആ ദിവ്യത്വത്തിൻ്റെ അനുഭൂതി ഉണ്ടാവും. അപ്പോൾ ആ കണക്ഷൻ ഉറപ്പ് വരുന്നത് അപ്പോഴാണ്. അങ്ങനെ ആ കണക്ഷൻ ഉറപ്പ് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതാണ് റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ്. ശരിയായ രീതിയിൽ കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കാൻ തുടങ്ങും. അതായത് ചിന്ത ഹൃദയത്തിൻ്റെ ആഴത്തിൽ പോകുമ്പോഴാണ് സംഭവിക്കുന്നത്. ഹൃദയം ആണത്. അപ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ ശരിയായ ഡയറക്ഷനിലാവുക. അതാണ് ജീവിതത്തിനോട് സത്യസന്ധമായ സമീപനം എന്ന് പറയുന്നത്. അപ്പോൾ ശരിയായ ചിന്ത എന്ന് പറയുന്നത് ജ്ഞാനം, ശരിയായ രീതിയിൽ കാര്യങ്ങൾ ഗ്രഹിക്കുക എന്ന് പറയുന്നത് ഭക്തിയാണ്, ജീവിതത്തിനോട് സത്യസന്ധമായ സമീപനം എന്ന് പറയുന്നത് കർമ്മമാണ്. അപ്പോൾ അവിടെയും ഈ 3 ഘടകങ്ങൾ സമഞ്ജസമായി യോജിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി കർമ്മത്തിൽ നിന്ന് നമുക്ക് പിന്മാറാൻ സാധ്യമല്ല. കാരണം എന്താണ്? കർമ്മം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു എക്സ്പ്രഷനാണ്, പ്രകടനമാണ്. അപ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ വേറെ രീതിയിൽ ഹാർട്ട്ഫുൾനെസ് പറഞ്ഞ സംസ്കാരങ്ങളുടെ പ്രകടനമാണ് ജീവിതം എന്ന് പറയാം. അപ്പോൾ ആ അർത്ഥത്തിൽ ജീവിതത്തിൻ്റെ പ്രകടനമാണ് കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പിന്മാറാൻ സാധ്യമല്ല. അപ്പോൾ ആ ജീവിതത്തിൻ്റെ പ്രകടനത്തിൽ അല്ലെങ്കിൽ സംസ്കാരങ്ങൾ അതിൻ്റെ ഭോഗം നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് ഈ ഭക്തി അല്ലെങ്കിൽ കണക്ഷൻ എന്നുള്ള സംഗതി നമ്മൾ ഉറപ്പുവരുത്തുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിനോട് തന്നെ പ്രതികരിച്ച് കൂടുതൽ സംസ്കാരങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഈ നിരന്തര സ്മരണയിൽ ഈ ഭക്തിയും സ്നേഹത്തോടു കൂടി നമ്മൾ ജീവിതത്തിൻ്റെ പ്രകടനമായിട്ടുള്ള കർമ്മത്തിൽ നമ്മൾ മുഴുകുന്ന സമയത്ത് അത് നമ്മെ മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കുന്നു, സംസ്കാരങ്ങൾ രൂപപ്പെടുന്നില്ല എന്ന് പറയാൻ കാരണം. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട്, അർജുന, എനിക്ക് കർമ്മബന്ധനങ്ങളൊന്നും തന്നെ ഇല്ല, പക്ഷേ ഒരു നിമിഷം പോലും ഞാൻ കർമ്മം ചെയ്യാതിരിക്കുന്നില്ല. ഞാൻ കർമ്മത്തിൽ നിന്ന് പിന്മാറിയാൽ ഈ സൃഷ്ടി തന്നെ നശിച്ചു പോകുന്ന, പ്രപഞ്ചം നശിച്ചു പോകുന്ന പറയുന്നത്. അപ്പോൾ ഭഗവാൻ തന്നെ പറയാണ് എനിക്ക് കർമ്മത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളെന്ന് മനസ്സിലാവും. അപ്പോൾ ഭഗവാൻ നിരന്തരം കർമ്മനിരതനാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ കർമ്മം ചെയ്യുന്ന സമയത്ത്
നമ്മളും ഭഗവാൻ പറഞ്ഞ പോലെ പറയാൻ പറ്റുന്നത് എനിക്ക് കർമ്മബന്ധനങ്ങളില്ല എന്ന്. അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അപ്പോൾ ഒരു താതാത്മ്യം പ്രാപിക്കുന്ന അവസ്ഥ നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ സാധാരണ നിലയ്ക്ക് ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് കാല് തൊട്ട് നമസ്കരിക്കുക, അല്ലെങ്കിൽ വിഗ്രഹത്തിൻ്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുക, അതിനെയൊക്കെയാണ് നമ്മൾ ഭക്തിയായിട്ട് പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഹാർട്ട്ഫുൾനെസ്സിൽ അത് വളരെ വ്യത്യസ്തമാണ്. ബാബുജി മഹാരാജ് പറയും, നിങ്ങൾക്ക് ഗുരുവിനോട് സ്നേഹവും ഭക്തിയും ഇല്ലെങ്കിൽ ഗുരുവിനെ തൊടുന്നത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഇനി ഗുരുവിനോട് സ്നേഹവും ഭക്തിയും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് നമസ്കരിക്കുകയോ സാഷ്ടാംഗം പ്രണമിക്കേണ്ട ആവശ്യകതയില്ല. അപ്പോൾ കർമ്മം, ഭക്തി, ജ്ഞാനം അവ എങ്ങനെ സമഞ്ജസമായി സംയോജിപ്പിച്ച് നമ്മളെ ജീവിതം മോക്ഷപ്രാപ്തിക്കുള്ള ഉപാധിയാക്കി മാറ്റാം എന്നതാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ അടിസ്ഥാന തത്വം. അപ്പം ആ രീതിയിൽ ഈ ലളിതമായ ദാജിയുടെ ഈ ഫോർമുല AAA, HHH അത് നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കി ജീവിതത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ബോധത്തിൻ്റെ വികാസത്തിന്, അല്ലെങ്കിൽ നമ്മളെ സ്വതന്ത്രമാക്കുന്നതിന്, മോക്ഷപ്രാപ്തിക്ക് ഇത് തന്നെ പര്യാപ്തമാണ്. താങ്ക് യു. നമസ്കാരം. താങ്ക് യു സോ മച്ച് അങ്കിൾ. ചെറിയ 3 അക്ഷരങ്ങളിലൂടെ നമുക്ക് ഇത്രയും ഒരു വലിയ ഫിലോസഫി വളരെ സിമ്പിളായിട്ട് അങ്കിള് എക്സ്പ്ലെയിൻ ചെയ്യണ്ടായി. താങ്ക് യു സോ മച്ച്. ഇത് അങ്കിൾ പറഞ്ഞ മാതിരി തന്നെ AAA ഫോർമുല ഇന്ന് മുമ്പത്തെ എപ്പിസോഡിലും അതിനെക്കുറിച്ച് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ യൂത്ത് ഈ പറഞ്ഞ ഒരു പാർട്ട്ണറിനെ നോക്കുന്ന ഒരു യൂത്തിന് വേണ്ടിയിട്ട് ഇതൊരു നല്ലൊരു റെഫറൻസ് ആയിരിക്കും ഈ AAA ഫോർമുല. അതുപോലെ HHHന്റെ വളരെ ഡീപ്പായിട്ടുള്ള സ്പിരിച്വൽ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യണ്ടായി വിത്ത് നമ്മുടെ മഹാഭാരതത്തിലുള്ള വേഴ്സസിലൂടെയും അങ്കിൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണ്ടായി. താങ്ക് യു സോ മച്ച് അങ്കിൾ. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു മെഡിറ്റേഷൻ ആൻഡ് യൂണിവേഴ്സൽ പ്രെയറിലൂടെ വൈൻഡപ്പ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യും. 8:30 to 9 നമ്മൾ മെഡിറ്റേഷൻ ചെയ്യും. 9 to 9:15 യൂണിവേഴ്സൽ പ്രെയർ. അപ്പം ഈ എപ്പിസോഡ് ആദ്യമായിട്ട് കേൾക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഹാർട്ട്ഫുൾനെസ്സിൽ ധ്യാനം ചെയ്യേണ്ടതെന്നൊന്ന് നോക്കാം. ശരീരവും മനസ്സും പൂർണ്ണമായും വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ശ്രദ്ധ വളരെ മൃദുലമായി ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. ഹൃദയത്തിൽ ഒരു ദിവ്യപ്രകാശമുണ്ടെന്നും ആ പ്രകാശം നിങ്ങളുടെ ശ്രദ്ധയെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നതായി അനുഭവിക്കുക. ആ പ്രകാശത്തിന്റെ ശാന്തിയിലും സ്നേഹത്തിലും മുഴുകി ധ്യാനാവസ്ഥ തുടരാം. ഈ സമയത്ത് എന്തെങ്കിലും ചിന്തകളോ എന്തെങ്കിലും മനസ്സിൽ അലട്ടുന്ന കാര്യങ്ങൾ പുറത്തു വരികയാണെങ്കിൽ നമ്മളോട് തന്നെ നമ്മളൊന്ന് റിമൈൻഡ് ചെയ്യുക, നമ്മൾ ധ്യാനിക്കുകയാണെന്ന്. അതോടൊപ്പം നമ്മുടെ ശ്രദ്ധ വളരെ മൃദുലമായി ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ ഒരു അരമണിക്കൂർ ഈ ഒരു ധ്യാനം കണ്ടിന്യൂ ചെയ്യാം. 9 മണി വരെ, 9 തൊട്ട് 9:15 വരെ യൂണിവേഴ്സൽ പ്രെയർ. ലോകത്തുള്ള എല്ലാ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിന്റെ ഹൃദയത്തിലും, എല്ലാ സഹോദരി സഹോദരന്മാരുടെ ഹൃദയത്തിലും സ്നേഹം, ഭക്തി, ശരിയായ വിശ്വാസം വളരുന്നു എന്നുള്ളൊരു സങ്കല്പത്തോടുകൂടി സർവ്വലൗകിക പ്രാർത്ഥന 9:15 വരെ, 9:15 വരെ കണ്ടിന്യൂ ചെയ്യും. ഈ 2 പ്രാക്ടീസ് സമയത്തും നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യും. നമുക്ക് 9 മണി വരെ നമുക്ക് ധ്യാനിക്കാം. 9 മുതൽ 9:15 വരെ സർവ്വലൗകിക പ്രാർത്ഥന. താങ്ക് യു. നമസ്കാരം. താങ്ക് യു.